അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഞാൻ ഇന്ന് സാധിച്ചെടുത്തത് കേട്ടോ. വേറെ ഒന്നുമല്ല, ഹെയർ കട്ടിൻ്റെ കൂടെ ഹെയർ കളറും കൂടി ചെയ്ത് എൻ്റെ ഹെയറിനൊരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയറിൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് കോലം എന്ന് പറയുന്നത്. കെയറിംഗ് ഒക്കെ കുറച്ച് കുറവായതുകൊണ്ട് ഹെയർ ആകെ അങ്ങോട്ട് പോയി കിടക്കുകയാണ്. അപ്പോൾ ഇനി ഏതായാലും ഉള്ള ഹെയറൊക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് കളർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എറണാകുളം തോപ്പുംപടിയുള്ള സ്റ്റൈൽ ലോഞ്ച് ഫാമിലി സലൂണിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 11 മണിക്കായിരുന്നു കേട്ടോ അപ്പോയിൻമെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ അവിടെ എത്തി. അപ്പോൾ ഈ ഒരു സലൂണിൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ചെന്ന് കയറിയപ്പോൾ തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അവിടെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫാമിലി സലൂൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്തിരിക്കാനും ഒക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ചെന്ന ഉടനെ തന്നെ അവർ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ തന്നു. അതിനുശേഷം നമുക്ക് ഏത് കളറാണ് ചെയ്യേണ്ടതെന്നൊക്കെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. എനിക്ക് ഏതാണ് സ്യൂട്ട് ആവുക എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഏത് കളറാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹെയർ കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഡിസൈഡ് ചെയ്തത് കേട്ടോ. അവർ നമുക്ക് ഏതാണ് ചേരുന്നത്, അതുപോലെ എങ്ങനെ കട്ട് ചെയ്താലായിരിക്കും നന്നാവുക എന്നൊക്കെ നമ്മുടെ ഹെയറിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളത് ഡിസൈഡ് ചെയ്തത്. അങ്ങനെ നോർമലി ഹെയർ വാഷൊക്കെ നന്നായി ചെയ്ത് നമ്മൾ ഹെയർ കട്ടിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹെയർ കട്ട് ഞാൻ ലെയർ കട്ടാണ് അവരുടെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞത്. പക്ഷെ അവർ പറഞ്ഞു ഞാൻ ഓൾറെഡി ലെയർ കട്ട് മുന്നേ 1 ഇയർ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ആകെ ഇങ്ങനെ പഴയ മാതിരി തന്നെ ആയി. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ലെയർ കട്ട് ചെയ്യുന്നതിനേക്കാളും നന്നായിരിക്കും സൈഡിൽ കട്ട് ചെയ്തിട്ടിട്ട് പിന്നെ ബാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ അങ്ങനെ കട്ട് ചെയ്തിടാമെന്നാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഓക്കെ ആയിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഹെയർ കടന്നാൽ മതി, അത്രേ ഉള്ളൂ. എൻ്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് അനസ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ ആളുടെ അടുത്ത് എനിക്ക് ഹെയർ കളറിങ് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ചോദിച്ചു. പിന്നെ എങ്ങനെയാണ് ആഫ്റ്റർ കെയർ എന്ത് ചെയ്യണം അങ്ങനെയൊക്കെ ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ പറഞ്ഞു തന്നു എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ. നമ്മൾ എന്ത് ഷാംപൂ യൂസ് ചെയ്യണം, എന്ത് കണ്ടീഷണർ യൂസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹെയർ കട്ട് വളരെ പെട്ടെന്ന് തന്നെ ഷടപടേ എന്നുള്ള രീതിയിൽ തന്നെ കഴിഞ്ഞു കേട്ടോ. ഹെയർ കട്ട് വളരെ എളുപ്പത്തിൽ കഴിയുമല്ലോ. അതിനുശേഷം നമ്മുടെ ഹെയർ നന്നായിട്ട് ഡ്രൈ ചെയ്ത് എടുക്കുമായിരുന്നു കേട്ടോ ചെയ്യേണ്ടായിരുന്നത്. സാധാ നോർമൽ ആയിട്ട് ഡ്രൈ ചെയ്താൽ പോരാ, നല്ലോണം ഡ്രൈ ആവണമായിരുന്നു. നമുക്ക് ഹെയർ കളറിങ് ചെയ്യുന്നതിന് മുന്നേ നല്ലോണം ഡ്രൈ ആവണം. അപ്പോൾ അതിനുവേണ്ടി 2 പേരൊക്കെ വെച്ച് നല്ലോണം ഹീറ്റാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഹെയർ ഡ്രൈ ചെയ്തെടുത്തത്. പിന്നെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഹെന്ന ചെയ്തിട്ടുണ്ടായിരുന്നു മുടിയിൽ. പക്ഷെ ഞാൻ മുടിയിൽ മൊത്തം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ ഭാഗ്യമായി. ഞാൻ ഫ്രണ്ട് ഏരിയയിൽ ചെറിയ ഗ്രേ ഹെയർസ് ഉണ്ടായിരുന്നു, അവിടെ മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഹെന്ന ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ കളർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കളർ ചെയ്യാൻ പറ്റി. പിന്നെ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെന്ന അപ്ലൈ ചെയ്യേണ്ട, ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ കൂടുതൽ ഡ്രൈ ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഓൾ പ്രോസസ്സിൽ ഇപ്പോൾ ബ്ലീച്ച് ആണെങ്കിലും കളറിംഗ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് സെക്ഷൻസ് എടുത്തിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിനിടയിൽ ദിവക്കുട്ടി എൻ്റെ വീഡിയോ എന്താ ആരും എടുക്കാത്തതെന്നൊക്കെ പറഞ്ഞ് പിണങ്ങി നിൽപ്പായിരുന്നു കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈം കളർ ചെയ്യാൻ പോകുന്നവരുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കാരണം നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് കഴിയുമെന്നൊന്നും വിചാരിച്ച് ആരും പോകണ്ട. നമുക്ക് അത്രയും നേരം അതിന് വേണ്ടിയിട്ട് ഇരിക്കേണ്ടി വരും കേട്ടോ. നമ്മുടെ ഹെയറിൽ അത് പിടിച്ച് പിന്നെയും ഓരോരോ പ്രോസസ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്യണം. ഇതാ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഓരോരോ സെക്ഷൻസ് എടുത്ത് അത് സെപ്പറേറ്റ് ഇങ്ങനെ ഡ്രൈ ചെയ്ത് അത് നല്ലോണം ഡ്രൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞാനും അലുമിനിയം ഫോയിലുകൾ മാത്രമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഹെയർ വാഷ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഹെയർ വാഷിൻ്റെ പ്ലേസിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ഹെയർ ആദ്യം വാഷ് ചെയ്ത മാതിരി തന്നെ ഒക്കെ വാഷ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകളെല്ലാം നല്ല ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. പിന്നെ അവിടെയുള്ള എല്ലാ സ്റ്റാഫ്സിൻ്റെ ബിഹേവിയറും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമുക്ക് വളരെ കംഫർട്ടായിട്ട് അവരുടെ അടുത്ത് എന്തും ചോദിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും നേരം അവിടെ ഇരിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ ഇരിക്കാൻ പറ്റിയിട്ടോ. പിന്നെ ഒരുപാട് പേര് ഹെയർ കളർ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ മടിയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ട്. ഞാൻ ഉൾപ്പെടെ അങ്ങനെ ആയിരുന്നു. പക്ഷെ നമ്മൾ ഒരു പോയിന്റിൽ എനിക്ക് തോന്നി ഇത്രയും ആഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചെയ്യാൻ തന്നെ ഞാൻ വിചാരിച്ചു. നമ്മൾ ഹെയർ അതിനുശേഷം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഹെയറിൻ്റെ ഒരു ലെവൽ ഉണ്ടാവുക. സാധാരണ ഞാൻ ഹെയർ കെയർ ചെയ്യാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഹെയർ കളറൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പ്രോസസ്സുകൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ അത്യാവശ്യം കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി അവർ നല്ലോണം ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ എൻ്റെ ഹെയർ സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവർ ഫൈനലി നമ്മുടെ ഹെയർ നല്ലോണം ഒന്ന് സെറ്റാക്കി തരും. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ കേൾ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ലുക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടോ. കാരണം എനിക്ക് ഈ കളർ ഒത്തിരി ഇഷ്ടമാണ്. അപ്പം അവർ ഇങ്ങനെ കേൾ ചെയ്തിട്ട് തരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിരുന്നു കേട്ടോ. പിന്നെ അവർ സെൻറ്റർ പാർട്ടിഷനിങ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ നോർമലി സൈഡൊക്കെയാണ് എടുക്കാറ്. സൈഡ് അങ്ങനെ പ്രോപ്പറായിട്ടൊരു പാർട്ടിഷനിങ് ഒന്നും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ അവർ സെൻറ്ററാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈലിന് എനിക്ക് തോന്നുന്നു ഈ ഒരു പാർട്ടിഷനിങ് തന്നെയായിരിക്കും ബെസ്റ്റ് എന്ന്. അങ്ങനെ ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയായി. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനൊരു ലുക്ക് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവർ അതിനുശേഷം നമ്മുടെ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ഷൂട്ട് സെഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഹെയർ കളറൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല സലൂൺ തന്നെ ചൂസ് ചെയ്യണം. അങ്ങനെ ഒത്തിരി സാറ്റിസ്ഫാക്ഷനോട് കൂടി ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.